Hi guys, welcome back to a new video. This is the question answers part 2 video from the story The Mysterious Picture, written by Charles D. Coster. Charles D. Coster എഴുതിയ The Mysterious Picture എന്ന സ്റ്റോറിയുടെ question answers part 2 വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Question answers part 1 വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. Let's go to question number 12. What were the demands of the Archduke and the courtiers in painting their pictures? തങ്ങളുടെ ചിത്രം വരയ്ക്കാനായി പ്രഭുവും പരിവാരങ്ങളും എന്ത് നിർദ്ദേശങ്ങളാണ് ഉന്നയിച്ചത്? The answer is the Archduke demanded Till to paint all the courtiers exactly as they look like, but the courtiers demanded that he should make them more attractive than they actually were. Archduke Tillന്റെ അടുത്ത് ആവശ്യപ്പെടുന്നു, കൊട്ടാരം പരിവാരങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അവരെയൊക്കെ അങ്ങനെ തന്നെ വരയ്ക്കണം എന്നതായിരുന്നു Archduke Tillന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. But the courtiers demanded that he should make them more attractive than they actually were. പക്ഷേ കോർട്ടിയേഴ്സിന്റെ ആവശ്യം അവരെ കാണാൻ എങ്ങനെയായിരുന്നോ അതിനെക്കാട്ടിലും അതിമനോഹരമായിട്ട് അവരെ പെയിന്റ് ചെയ്യണമെന്നതായിരുന്നു. Question number 13. Why did Till think that if he painted the picture he would definitely be killed? ഈ ചിത്രം പൂർത്തീകരിച്ചാൽ താൻ തീർച്ചയായും വധിക്കപ്പെടുമെന്ന് ടിൽ ചിന്തിക്കാൻ കാരണം എന്തായിരുന്നു? The answer is Till thought that he would be killed because the Archduke and the courtiers warned him that if he painted against their wish, he would be killed. ആർച്ച്ഡ്യൂക്കിന്റെയും കൊട്ടാരത്തിലെ കോർട്ടിയേഴ്സിന്റെയും ആവശ്യം വ്യത്യസ്തമായിരുന്നു. കൊട്ടാരത്തിലെ കോർട്ടിയേഴ്സിനെയൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ വരയ്ക്കണമെന്നായിരുന്നു ആർച്ച്ഡ്യൂക്കിന്റെ ആവശ്യമെങ്കിൽ തങ്ങളെ നേരിട്ട് കാണുന്നതിലും നല്ല ഭംഗിയിൽ വേണം ചിത്രം വരയ്ക്കാൻ എന്നതായിരുന്നു കോർട്ടിയേഴ്സിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടു കൂട്ടരുടെയും ആവശ്യത്തിനെതിരായിട്ടാണ് താൻ പിക്ചർ വരയ്ക്കുന്നതെങ്കിൽ താൻ തീർച്ചയായിട്ടും കൊല്ലപ്പെടുക തന്നെ ചെയ്യും എന്നിട്ടിൽ വിചാരിക്കുന്നു. Question number 14. What will Till do to save himself from being killed? താൻ വധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ടിൽ എന്താണ് ചെയ്യുന്നത്? Answer. Till decided not to paint the picture at all. രാജാവ് ആഗ്രഹിച്ച ആ പെയിന്റിംഗ്, ആ ചിത്രം വരയ്ക്കാതിരിക്കുക എന്നതായിരുന്നു തന്നെ സ്വയം രക്ഷപ്പെടുത്താൻ വേണ്ടി ടിൽ കണ്ടെത്തുന്ന മാർഗം. Question number 15. How did Till manage to stay in the court for long? How many days did he finally get to complete the picture? എങ്ങനെയാണ് ആ കൊട്ടാരത്തിൽ ഒരുപാട് ദിവസം ചെലവഴിക്കാൻ ടില്ലിന് സാധിക്കുന്നത്? അവസാനം ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം എത്ര ദിവസമാണ് എടുക്കുന്നത്? Answer is Till convinced the Archduke very cleverly that he was nearing to complete the picture and demanded more days for the final touch. Till took 60 days to complete the picture. രാജാവ് ഓരോ പ്രാവശ്യം വരുമ്പോഴും അദ്ദേഹം രാജാവിനെ കൺവിൻസ് ചെയ്യുന്നു, വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. താൻ പിക്ചർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവസാനത്തെ ഒരു ഫൈനൽ ടച്ച് കൂടെയുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ടിൽ ഓരോ ദിവസവും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം 60 ദിവസമാണ് ആ രാജകൊട്ടാരത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നത്. Question number 16. What is special about the picture? ടിൽ വരയ്ക്കുന്ന ചിത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? Answer is Till claimed that the special feature of the portrait is that those who have royal blood in their veins will be able to see the painting. But actually there was not a picture in the world. He fooled everyone with lies. ടിൽ അവകാശപ്പെടുന്നു ആ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആരുടെയൊക്കെ ശരീരത്തിലാണോ റോയൽ ബ്ലഡ് ഉള്ളത് അവർക്ക് മാത്രമേ ആ ചിത്രം കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം ചിത്രമൊന്നും വരയ്ക്കുന്നില്ല, അതിന് പകരം എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. Question number 17. Is the jester a mere fool? Why do you think so? കൊട്ടാരം വിദൂഷകൻ ശരിക്കും ഒരു ഫൂൾ ആയിരുന്നോ, ഒരു വിഡ്ഢിയായിരുന്നോ? Why do you think so? നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? Answer is no, the jester is not a mere fool because he is the only person who dare to tell the truth openly. കൊട്ടാരം വിദൂഷകൻ ഒരു വിഡ്ഢിയായിരുന്നില്ല, കാരണം അദ്ദേഹം മാത്രമേ ഇതിൽ ചിത്രമൊന്നും വരച്ചിട്ടില്ല, തനിക്ക് ഈ വാളിന്റെ മേലെ ചിത്രമൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന സത്യം തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചത് ആ ജസ്റ്റർ മാത്രമായിരുന്നു. Now let's go to activity number 1. You have read the story of Till, haven't you? Now fill in the story map suitably. നിങ്ങൾ കഥ വായിച്ചുവല്ലോ, ഇവിടെ തന്നിരിക്കുന്ന സ്റ്റോറി മാപ്പ് ഉചിതമായി ഫിൽ ചെയ്യുക. ഈ സ്റ്റോറി മാപ്പിൽ നമുക്ക് 4 ഹെഡിങ്സ് ആണ് തന്നിട്ടുള്ളത്. One is characters, another is setting, then problem, after that solution. So who are the characters in the story? Till, captain of the guards,
Archduke, Her Highness, Commander-in-Chief, Elderly Lady, Young Lady, Jester. These are the characters in the story. Now let's go to the setting. What is the setting of the story? Palace of the Archduke of Battenberg. ബാറ്റൻബർഗിലെ ആർച്ച്ഡ്യൂക്കിൻ്റെ പാലസാണ് ഈ സ്റ്റോറിയിലെ സെറ്റിംഗ്. Then problem. The Archduke asked Till to paint all his courtiers exactly as he see them, but the courtiers wanted their pictures to be different from what they are. ആർച്ച്ഡ്യൂക്ക് ആവശ്യപ്പെടുന്നത് തൻ്റെ കോർട്ടിയേഴ്സ് എല്ലാം കാണാൻ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ പിക്ചർ വരയ്ക്കണമെന്നും, പക്ഷേ കോർട്ടിയേഴ്സിന്റെ ആവശ്യം അവരെ കൂടുതൽ ഭംഗിയിൽ വരയ്ക്കുക എന്നതായിരുന്നു. That is a problem of the story. Then solution. എന്തായിരുന്നു ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ? എങ്ങനെയാണ് ടിൽ ആ സൊല്യൂഷൻ കണ്ടെത്തുന്നത്? Till didn't paint any picture at all. Till and his companions enjoyed 60 days in the palace, eating and drinking. Pointing to the blank canvas, Till said that only those who have royal blood in their veins would be able to see the painting. Till ചിത്രമൊന്നും വരയ്ക്കുകയേ ചെയ്യുന്നില്ല. ടില്ലും തന്റെ കമ്പാനിയൻസും 60 ദിവസത്തോളം ആ രാജകൊട്ടാരത്തിൽ തിന്നും കുടിച്ചും എൻജോയ് ചെയ്യുന്നു. സ്റ്റോറിയുടെ അവസാനം ഒരു ബ്ലാങ്ക് വാൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ടിൽ പറയുന്നു, ആരുടെയൊക്കെ ശരീരത്തിൽ റോയൽ ബ്ലഡ് ഉണ്ടോ അവർക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും ടിൽ തന്നെ കണ്ടെത്തുന്നു. Now we are going to activity number 2. The courtiers did not want to be portrayed in the picture in the manner they really looked like. Complete the following table by revisiting the story. Activity 2-ൽ നമുക്ക് 3 കോർട്ടിയേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അവർ ശരിക്കും എന്തായിരുന്നുവോ അങ്ങനെയല്ല ചിത്രത്തിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്. അതാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത്. The first one is Commander-in-Chief. Commander-in-Chiefന്റെ റിയൽ അപ്പിയറൻസ് എന്തായിരുന്നു? The way they wanted to be portrayed. അയാൾ എങ്ങനെയാണ് തന്നെ സ്വയം പോർട്രേ ചെയ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. Commander-in-Chief's real appearance was a short, fat, bald man with enormous paunch. തടിച്ച കഷണ്ടിയായ വലിയൊരു കുടവേറുള്ള വ്യക്തിയായിരുന്നു Commander-in-Chief. But he wanted to portray himself in the picture handsome with flat stomach. വളരെ ഭംഗിയുള്ള ഫ്ലാറ്റ് സ്റ്റൊമക്ക് ഉള്ള കുടവയറില്ലാത്ത നല്ല 6-pack ബോഡി പോലെയാണ് അദ്ദേഹം സ്വയം കാണപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചത്. Elderly lady. In her real appearance, she had a large hump on her back. അവരുടെ മുതുകിൽ വലിയൊരു ഹംപ് ഉണ്ടായിരുന്നു. And the way she wanted to look like young and beautiful. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് വളരെ യങ് ആയിട്ടുള്ള ഒരു വളരെ പ്രായം ചെന്നൊരു സ്ത്രീയായിരുന്നു. പക്ഷെ വളരെ ചെറുപ്പക്കാരിയും വളരെ സുന്ദരിയുമായിട്ടുള്ളൊരു ലേഡി ആയിരിക്കണം. There should not be the large hump on her back. അവരുടെ മുതുകിൽ ആ ഹമ്പൊന്നുമില്ലാതെ വളരെ സുന്ദരിയും ചെറുപ്പക്കാരിയുമായിട്ടാണ് കാണപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നത്. Young lady. Her real appearance was young and pretty but lost 3 front teeth. അവർ വളരെ ചെറുപ്പക്കാരിയും അതിസുന്ദരിയുമായിരുന്നു. പക്ഷെ അവരുടെ മുൻനിരയിലെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. And she wanted herself to be in the portrait smiling with a perfect set of pearly teeth. അവരുടെ നഷ്ടപ്പെട്ട ആ 3 പല്ലുകളും ചേർത്തുകൊണ്ട് വളരെ ഭംഗിയോടുകൂടി പേളി ടീത്ത് മുത്തുപോലെയുള്ള പല്ലുകളുമായിട്ട് അവർ ചിരിച്ചു നിൽക്കുന്ന പിക്ചറായിരുന്നു അവർ വരയ്ക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്. Now we are going to activity number 3. The following are the major events in the story. Some of them are false while some others are true. Mark them as true or false by a tick in the appropriate column. The mysterious picture എന്ന സ്റ്റോറിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കോളത്തിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ചിലത് ട്രൂ ആണ്, ചിലത് ഫാൾസ് ആണ്. അവ കണ്ടുപിടിച്ച ശേഷം ട്രൂ ഓർ ഫാൾസ് കോളത്തിനകത്ത് ടിക്ക് ചെയ്യുക. The first statement is Till arrives at the palace of the Archduke. Till ആർച്ച്ഡ്യൂക്കിന്റെ പാലസിൽ എത്തിച്ചേരുന്നു. നമുക്കറിയാം that is a true statement, so it's true. Next one is Till meets the Archduke. Till ആർച്ച്ഡ്യൂക്കിനെ മീറ്റ് ചെയ്യുന്നു. True. He shows the picture of infant Jesus to the Archduke. Till ആർച്ച്ഡ്യൂക്കിനെ ഇൻഫന്റ് ജീസസിന്റെ ഉണ്ണി യേശുവിന്റെ പിക്ചർ കാണിക്കുന്നു. That's false. Till ആർച്ച്ഡ്യൂക്കിനെ കാണിക്കുന്ന പിക്ചർ വിർജിൻ മേരിയുടെ പിക്ചർ ആയിരുന്നു. ഉണ്ണി യേശുവിന്റെ മാതാവിന്റെ പിക്ചർ ആയിരുന്നു. Captain of the Guards allows Till to meet the Archduke at once. Captain of the Guards ടില്ലിനെ വളരെ പെട്ടെന്ന് തന്നെ ആർച്ച്ഡ്യൂക്കിനെ കാണാൻ അനുവദിക്കുന്നു. False. ടില്ലിനെ കണ്ട ഉടനെ അയാളൊരു ബെഗർ ആയിരിക്കും, ലോഫർ ആയിരിക്കും എന്ന് കരുതിയിട്ട് അയാളെ കളിയാക്കുകയാണ്
ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ടില്ല് അദ്ദേഹം വരച്ച പെയിന്റിംഗ് ആർച്ച് ഡ്യൂക്കിനെ കാണിക്കാൻ വേണ്ടി താൻ വരച്ച അതിമനോഹരമായ പെയിന്റിംഗ് കാണിക്കുകയും താൻ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണ്, താൻ ഒരു ഫ്ലെമിഷ് പെയിന്ററാണ് എന്ന് പറഞ്ഞ ശേഷമാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ടില്ലിനെ ആർച്ച് ഡ്യൂക്കിനെ കാണാൻ വേണ്ടി അനുവദിക്കുന്നത്. സോ ദിസ് ഈസ് എ false statement. The next statement is Archduke directs Till to paint their portrait. Archduke അവരുടെ ചിത്രം പോർട്രേ ചെയ്യാൻ വേണ്ടി വരയ്ക്കാൻ വേണ്ടി ടില്ലിനോട് ആവശ്യപ്പെടുന്നു. True. Archduke's jester also praises Till's painting. ആർച്ച്ഡ്യൂക്കിന്റെ ജസ്റ്റർ ടില്ലിനെ അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് കണ്ട ശേഷം അഭിനന്ദിക്കുന്നു. ഇറ്റ്സ് ഫാൾസ്. നമുക്കറിയാം ആർച്ച്ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലുള്ള ജസ്റ്റർ മാത്രമാണ്, അവിടെ പിക്ചർ ഒന്നുമില്ല, തനിക്ക് റോയൽ ബ്ലഡ് ഇല്ല, അതുകൊണ്ട് തനിക്ക് പിക്ചർ ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന സത്യം വിളിച്ചു പറയുന്നത്. സോ ഒരിക്കലും ജസ്റ്റർ അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിനെ പ്രൈസ് ചെയ്യുന്നില്ല. The Archduke doesn't like to appoint Till as a court painter. ടില്ലിനെ കോഡ് പെയിന്ററായിട്ട് ആർച്ച്ഡ്യൂക്ക് നിയമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ്സ് ഫാൾസ്. ആർച്ച്ഡ്യൂക്കിന് ടില്ല് കാണിക്കുന്ന പെയിന്റിംഗ് കണ്ട അതേ നിമിഷം തന്നെ അദ്ദേഹത്തെ അവിടുത്തെ രാജകൊട്ടാരത്തിലെ കോഡ് പെയിന്ററായിട്ട് നിയമിക്കാൻ ആർച്ച്ഡ്യൂക്ക് ആഗ്രഹിക്കുന്നു. ടിൽ എൻജോയ്സ് ഡിന്നർ വിത്ത് ദി ആർച്ച്ഡ്യൂക്ക്. ടിൽ ആർച്ച്ഡ്യൂക്കിന്റെ കൂടെ ഡിന്നർ കഴിക്കുന്നു. ട്രൂ. ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് സ്പെൻഡ് എ ഫോർട്ട്നൈറ്റ് ഇൻ ദ പാലസ് മെറി മേക്കിംഗ്. ടില്ലും തന്റെ കമ്പാനിയൻസും കൊട്ടാരത്തിൽ 2 ആഴ്ചയോളം അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു. True. The courtiers ask Till to paint them as they look like. Courtiers അവരൊക്കെ എങ്ങനെയാണോ കാണാൻ ഇരിക്കുന്നത് അതേപോലെ തന്നെ പെയിന്റ് ചെയ്യാൻ വേണ്ടി ടില്ലിനോട് ആവശ്യപ്പെടുന്നു. False. നമുക്കറിയാം അവർ ആവശ്യപ്പെടുന്നത് അവരെങ്ങനെയാണോ കാണുന്നത് അതിലും നന്നായിട്ട്, അതിലും ഭംഗിയായിട്ട് അവരെ വരയ്ക്കാൻ വേണ്ടിയായിരുന്നു. So this statement is a false statement. The courtiers praises Till for his splendid painting. True. Courtiers എല്ലാം തന്നെ ടിൽ വരച്ച പെയിന്റിങ്ങിനെ ഒരുപാട് പ്രകീർത്തിക്കുന്നു. അവിടെ പെയിന്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ തങ്ങൾക്ക് റോയൽ ബ്ലഡ് ഇല്ല എന്ന വസ്തുത തുറന്നു പറയാനുള്ള മടി കാരണം എന്ത് ചെയ്യുന്നു, അത് മറച്ചു വെച്ചുകൊണ്ട് ടില്ലിന്റെ പെയിന്റിങ്ങിനെ പുകഴ്ത്തുന്നതാണ് നമ്മൾ സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ കാണുന്നത്. ടിൽ കാംലി വാക്സ് ഔട്ട് ഓഫ് ദ പാലസ്. ടിൽ വളരെ ശാന്തമായി പാലസിൽ നിന്നും നടന്ന് പുറത്തേക്ക് പോകുന്നു. ട്രൂ. കറക്റ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ മാർക്ക്ഡ് ഫാൾസ് ആൻഡ് റീറൈറ്റ് ദം ബിലോ. ഇവിടെ കൊടുത്തിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം മാറ്റി ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആക്കിയിട്ട് താഴെ എഴുതുക. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ: ഹി ഷോസ് ദ പിക്ചർ ഓഫ് അവർ ലേഡി ദ വിർജിൻ. Captain of the guards doesn't allow Till to meet the Archduke at once. The Archduke's jester says that he could see no painting but only a blank wall. Archduke said he would be delighted to appoint Till as the court painter. Courtiers asked Till to make them look more attractive and handsome. ഇത്തരത്തിൽ തെറ്റായി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഇതുപോലെ ശരിയാക്കി മാറ്റി എഴുതിയ ശേഷം നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി 3 കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. Now we are moving on to another activity. Let's enrich our vocabulary. Language activity number 1. Look at this sentence from the story. The captain of the guards was a tall, well-built, red-haired man of about 25. Here the word well-built means with a strong physique. Now find out the meanings of the words given below with well as the head word. You may refer to a dictionary if needed. ഈ സ്റ്റോറിയിൽ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടോൾ വെൽ ബിൽറ്റ് റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25 എന്നാണ്. ഇവിടെ വെൽ ബിൽറ്റ് എന്ന വേർഡിന്റെ മീനിങ് വിത്ത് എ സ്ട്രോങ് ഫിസിക്, വളരെ ശക്തമായിട്ടുള്ള ഒരു ഫിസിക്കുള്ള ശരീരപ്രകൃതിയുള്ള വ്യക്തി എന്നതാണ് വെൽ ബിൽറ്റ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമാനമായി വെൽ എന്ന ഹെഡ് വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സുകൾ കണ്ടുപിടിച്ച് അതിന്റെ മീനിങ്സ് എഴുതുക. ദ ഫസ്റ്റ് വേർഡ് ഈസ് വെൽ ഓഫ്. വെൽ ഓഫിന്റെ മീനിങ് in a good position or situation, or we can say wealthy. Wealthy, rich എന്നൊക്കെയുള്ള മീനിങ് ആണ് വെൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെൽ നോൺ മീനിങ് ഫേമസ്. വെൽ നോൺ എന്ന് പറഞ്ഞാൽ ഫേമസ്, പ്രശസ്തി എന്നാണ് അർത്ഥം. വെൽ ഇൻഫോംഡ്, ഹാവിങ് എ ലോട്ട് ഓഫ് നോളജ് അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് അറിവുള്ള, ഒരുപാട് ജ്ഞാനമുള്ള വ്യക്തി എന്നാണ് വെൽ ഇൻഫോംഡ് പറഞ്ഞ അർത്ഥം. വെൽ വിഷർ മീൻസ് someone who wants another person to be happy. നമ്മൾ സന്തോഷമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ അഭ്യുദയകാംക്ഷി എന്നാണ് വെൽ വിഷർ പറഞ്ഞ അർത്ഥം. വെൽ റെഡ് മീൻസ് ഹാവിങ് ഗെയിൻഡ് ലോട്ട് ഓഫ് നോളജ് ബൈ റീഡിങ്. ഒരുപാട് വായിച്ചറിവ് നേടിയാൽ എന്നാണ് വെൽ റെഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം.
Now we'll have to find 5 more words starting well. Well-being means state of being healthy, happy, etc. Well-being പറഞ്ഞാൽ നല്ല സുഖമായ അവസ്ഥ എന്നാണ് അർത്ഥം. Well-being. Well-connected meaning related to rich, influential or social superior people. That is meaning of well-connected means related to richness or influential or socially superior people. സമൂഹത്തിലെ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള വളരെ റിച്ച് ആയിട്ടുള്ള എന്നൊക്കെയാണ് വെൽ കണക്റ്റഡ് മീനിങ്. വെൽ ടു ഡു മീനിങ് വെൽത്തി. വെൽ ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെൽത്തി റിച്ച് എന്നാണ് അർത്ഥം. വെൽ മാനേർഡ് മീനിങ് ഹാവിങ് ഗുഡ് മാനേഴ്സ്, നല്ല മാനേഴ്സ് ഉള്ള വ്യക്തി എന്നാണ് വെൽ മാനേർഡ് പറഞ്ഞാൽ അർത്ഥം. വെൽ നിറ്റ് മീൻസ് പ്രോപ്പർലി ജോയിൻഡ്. വെൽ നിറ്റ് ഫാമിലി, വെൽ നിറ്റ് ബോഡി എന്നൊക്കെ പറയാം. വെൽ നിറ്റ് മീൻസ് പ്രോപ്പർലി ജോയിൻഡ് എന്നാണ് മീനിങ്. സോ ഇത്തരത്തിലുള്ള വേർഡ്സിനെയൊക്കെ നമുക്ക് ഫ്രേസൽ വെർബ്സ് എന്ന് വിളിക്കാൻ സാധിക്കുന്നതാണ്. Now let's go to language activity number 2. Look at some of the words used in the first 3 paragraphs of the story. ആദ്യത്തെ 3 പാരഗ്രാഫ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സിനെ 3 കോളത്തിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കോളത്തിനകത്ത് ഫെദേഴ്സ്, ഗാർഡ്സ്, ലോഫേഴ്സ്, സ്കെൽട്ടൺസ് എന്നീ വേർഡ്സ് കാണാം. സെക്കൻഡ് കോളത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അട്രാക്റ്റഡ്, ഡാൻസ്ഡ്, കോൾഡ്, ഡിസ്മൗണ്ടഡ് എന്നീ വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് കോളത്തിനകത്ത് സ്മാർട്ട്ലി, ഹാൻഡ്സംലി, കൂൾലി, ക്യൂരിയസ്ലി എന്നീ വേർഡ്സ് കാണാൻ സാധിക്കുന്നതാണ്. Here the words in column 1 have s attached to their root forms to form their plurals. ഫസ്റ്റ് കോളത്തിനകത്ത് റൂട്ട് വേർഡ്സിന്റെ കൂട്ടത്തിൽ s എന്ന് ചേർത്തുകൊണ്ട് പ്ലൂറൽ ഫോമിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫെദർ എന്നുള്ളതിന്റെ കൂട്ടത്തിൽ s ചേർത്തപ്പോൾ ഫെദേഴ്സ് ആയി. ഗാർഡ് എന്നുള്ളതിൻ്റെത് ഗാർഡ്സ് എന്നാക്കിയിരിക്കുന്നു. ലോഫർ എന്നുള്ളതിൻ്റെ കൂടെ എസ് ചേർത്ത് ലോഫേഴ്സ് എന്നും, സ്കെൽട്ടൺ എന്ന വേർഡിന്റെ കൂട്ടത്തിൽ എസ് ചേർത്തുകൊണ്ട് സ്കെൽട്ടൻസ് എന്നും നമ്മൾ സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗണാക്കി മാറ്റിയിട്ടുണ്ട്. ഇൻ കോളം 2 ed is used with the root words to get the past forms of the verbs. സമാനമായി തന്നെ കോളം 2-ൽ നമ്മൾ അട്രാക്റ്റഡ്, ഡാൻസ്ഡ്, കോൾഡ്, ഡിസ്മൗണ്ടഡ് എന്ന രീതിയിൽ അട്രാക്റ്റിന്റെ കൂടെ ഇ ചേർത്തുകൊണ്ട് അട്രാക്റ്റഡ്, ഡാൻസ്ഡ് കൂടെ ഡി ചേർത്തുകൊണ്ട് ഡാൻസ്ഡ്, കോൾഡ് കൂടെ ഇ ചേർത്തുകൊണ്ട് കോൾഡ്, ഡിസ്മൗണ്ട് എന്ന വേർഡിന്റെ കൂടെ ഇ ചേർത്തുകൊണ്ട് ഡിസ്മൗണ്ടഡ്. സമാനമായി ഇ ചേർത്തുകൊണ്ട് ആ റൂട്ട് വേർഡ്സിന്റെ ഒക്കെ പാസ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ly is used in column 3 to show how something is done. അതേപോലെ തന്നെ ലാസ്റ്റ് കോളത്തിനകത്ത് സ്മാർട്ട് എന്ന വേർഡിന്റെ കൂടെ ly ചേർത്ത് സ്മാർട്ട്ലി, ഹാൻഡ്സമിന്റെ കൂടെ ly ചേർത്ത് ഹാൻഡ്സംലി, കൂൾലി, ക്യൂരിയസ്ലി എന്നീ രീതിയിൽ റൂട്ട് വേർഡിന്റെ അവസാനം നമ്മൾ ly ചേർത്തുകൊണ്ട് ഒരു കാര്യത്തെ എങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലേക്ക്, മീൻസ് ഒരു ആഡ്വേർബ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ly എന്ന ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നു. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ സഫിക്സസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ നമ്മൾ സഫിക്സസ് എന്നാ പറയുക. സഫിക്സ് എന്ന് പറയുന്നു ഏതെങ്കിലും ഒരു റൂട്ട് വേർഡിന്റെ അവസാനം ഇതേ രീതിയിൽ സമാനമായി എസ് ചേർത്തുകൊണ്ടോ ഇ ഡി ചേർത്തുകൊണ്ടോ ly ചേർത്തുകൊണ്ടോ ഒക്കെ അതിന്റെ ഫോമിനെ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? സഫിക്സസ് എന്ന് പറയുന്നു. നൗ ഫിൽ ഇൻ ദ ഫോളോയിങ് ടേബിൾ picking up suffixed words like those above from the rest of the paragraphs of the story. സമാനമായ രീതിയിൽ സ്റ്റോറിക്കകത്തു നിന്നും സഫിക്സസ് ചേർത്ത വേർഡ്സ് കണ്ടെത്തി കോളം 1, 2, 3 എന്നാക്കിയിട്ട് എഴുതുക. സ്റ്റോറി മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സഫിക്സസ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള സ്പേസിൽ 3 സഫിക്സസ് മാത്രം ഫിൽ ചെയ്യാം. ഫസ്റ്റ് കോളത്തിനകത്ത് ക്യാപ്റ്റൻസ്, ആനിമൽസ്, പീസസ്. സെക്കൻഡ് കോളത്തിനകത്ത് പെയിന്റഡ്, സീംഡ്, surrounded. തേർഡ് കോളത്തിനകത്ത് ലോൺലി, സെർട്ടൈൻലി, കാംലി. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സഫിക്സസ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ അത്രയും സഫിക്സസ് കണ്ടുപിടിച്ച ശേഷം എഴുതാവുന്നതാണ്.